Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ട് വ്യക്തികൾക്കിടയിൽ ഉണ്ടായ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഒരു ഇളക്കം തട്ടിയെന്ന് വിചാരിക്കാം. എങ്ങനെയാണ് നമുക്ക് ആ ഒരു വിശ്വാസത്തെ വീണ്ടെടുക്കുക, അല്ലെങ്കിൽ ട്രസ്റ്റ് എങ്ങനെയാണ് റീബിൽഡ് ചെയ്യുക, അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഭാഗത്തുണ്ടായ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും അല്ലേ ഇങ്ങനെ ഒരു നമ്മുടെ വിശ്വാസം, നമ്മുടെ മനസ്സിൽ ആ വ്യക്തിയോടുണ്ടായിരുന്ന ആ ഒരു വിശ്വാസത്തിന് ഇളക്കം തട്ടിയിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മുടെ പ്രവൃത്തിയിൽ എന്താണോ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു മിസ്റ്റേക്ക്, അതിന് വിപരീതമായിട്ട് നമ്മുടെ ആ ഒരു ഹാബിറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു മിസ്റ്റേക്ക് ചെയ്തു, സോറി പറഞ്ഞു, അതേ മിസ്റ്റേക്ക് മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു വേർഷനിൽ ചെയ്തു, വീണ്ടും സോറി പറയുന്നു, ആൻഡ് എഗെയിൻ സെയിം സാധനം തന്നെ മറ്റൊരു രീതിയിൽ വീണ്ടും ചെയ്യുന്നു, സോറി പറയുന്നു. നമുക്ക് ആ വ്യക്തിയെ പിന്നീട് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അത് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നും ആ ഒരു വിശ്വാസം പോകുന്ന തരത്തിൽ എന്താണോ ഉണ്ടായത് അത് ചേഞ്ച് ആകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിശ്വാസം വീണ്ടെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ആ ഒരു ഹാബിറ്റിനെ മാറ്റി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ചോദ്യം ഉയർന്നു വരുന്നത്, നമുക്ക് മറ്റുള്ള ആളുകളുടെ വിശ്വാസം നേടിയിട്ട് എന്തിനാ എന്നുള്ളത്. പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുടെയോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയോ വിശ്വാസമാണ്, അവരുടെ മൈൻഡിലാണ് ഈ ഒരു വിശ്വാസം പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമ്മുടെ ഒരു നല്ല ലൈഫാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്നതിൽ യാതൊരുവിധ തെറ്റും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിന് സോറി പറയുകയോ, അതല്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റുന്ന അല്ലെങ്കിൽ അത് തിരുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ലൈഫിലേക്ക് വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്യുകയോ ആണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമതായി, ഇങ്ങനെ ഒരു ട്രസ്റ്റ് പോയി, അല്ലെങ്കിൽ എനിക്ക് നിന്നോടുള്ള വിശ്വാസം പോയി, അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള വിശ്വാസം പോയി എന്നൊക്കെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിൽ നിന്നോ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഫിയർ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. പക്ഷെ അങ്ങനെയുള്ള ഫിയർ നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ആങ്ഷ്യസ് ആയതുകൊണ്ടോ ഒന്നും കാര്യമില്ല. നമ്മുടെ ഭാഗത്തൊന്നും പറ്റി അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി, അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യുക, അത് തിരുത്താനുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തുടങ്ങിക്കഴിഞ്ഞു. പിന്നീട് ഇതേ കാര്യം തന്നെ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് അതിനെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുക, അതിനെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ഭയപ്പെട്ട് തുടങ്ങുക, അല്ലെങ്കിൽ അവർ നമ്മളെ ഇനി ഇഷ്ടപ്പെടാതിരിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് ഇനിയും വിശ്വസിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ഓവർ തിങ്കിങ്ങോ അല്ലെങ്കിൽ സംശയങ്ങളോ ഒക്കെ മനസ്സിൽ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ഓവർകം ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ പ്രവൃത്തികളെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ, നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടായിരിക്കും, അതിനെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങുക. നമ്മൾ റൈറ്റ് വേലാണോ എന്നുള്ളത് മനസ്സിലാക്കുക, അനലൈസ് ചെയ്യുക. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുന്ന സമയത്ത് സ്വയം തിരുത്താൻ ട്രൈ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ സെൽഫ് ലവ് മാക്സിമൈസ്ഡ് ആക്കുക എന്നുള്ളതാണ്. സെൽഫ് ലവ് മാക്സിമൈസ് ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റുള്ള ആളുകളെ സ്നേഹിക്കാൻ സാധിക്കും. സ്വാഭാവികമായും അവർക്ക് നമ്മളോടുള്ള അട്രാക്ഷൻ കൂടും, അവരും നമ്മളെ സ്നേഹിച്ചു തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇത് മാത്രമല്ലാതെ നമുക്ക് ഒരുപാട് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് തന്നെ നമ്മുടെ കംഫർട്ട് ലെവലിനനുസരിച്ച് നമുക്ക് ഏതാണോ ഏറ്റവും സ്യൂട്ടബിൾ ആവുക അതിനനുസരിച്ചിട്ട് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് വരെ ഉണ്ട്. സോ നിങ്ങളുടെ സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്യാനോ അതുവഴി നിങ്ങൾ എന്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാലും ആ ഒരു അട്രാക്ഷൻ, അത് നേടിയെടുക്കാനുള്ള ആ ഒരു അട്രാക്ഷൻ പവർ കൂട്ടുവാനോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. 21 days നീണ്ടു നിൽക്കുന്ന ഒരു ഗൈഡൻസ് ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്ത് അത് എൻക്വയറി ചെയ്ത് താല്പര്യമുള്ള ആളുകൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ടാമതായിട്ട് മാക്സിമൈസ് ചെയ്യുക നിങ്ങളുടെ സെൽഫ് ലവ്. മൂന്നാമതായി, നിങ്ങളുടെ ആ ഒരു വിശ്വാസം റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. അതൊരു പക്ഷെ നിങ്ങൾക്ക് അവരോട് തന്നെ ഓപ്പൺ ആയിട്ട് ചോദിക്കാം. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്കത് അവർ വെർബലി നിങ്ങളോട് അത് സംസാരിക്കുമായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ആക്ച്വലി ഇങ്ങനെ പറ്റി
എന്തായാലും അത് പാസ്റ്റിലെ ഒരു കാര്യമാണ്. ഇനി അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല. എന്താണ് ചെയ്യാൻ സാധിക്കുക, അതാണല്ലോ നമ്മുടെ മാറ്റർ. അത് ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. സോ ആ ഒരു വിശ്വാസം റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് ആലോചിക്കുക, അത് ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലായി നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണവശാൽ വിശ്വാസം എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഭാഗത്തുനിന്നും ആ ഒരു എഫേർട്ട് എടുക്കാൻ നമ്മൾ തയ്യാറായാൽ. സോ തീർച്ചയായും നിങ്ങളുടെ ലൈഫിലെ എല്ലാ ആളുകളുമായിട്ട്, നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കൊള്ളട്ടെ, എല്ലാ ആളുകളുമായിട്ടും വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റാളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്